അതല്ല, ഇത് HDMI ഇല്ല, ഇത് പെൻഡ്രൈവ്, ബ്ലൂടൂത്ത്, ഓക്സിൻ്റെ, അത് 3 ഇൻപുട്ടുള്ളൂ. ഡിസ്പ്ലേ ഒന്നുമില്ല. ഇതൊരു ആംപ്ലിഫയർ എന്നുള്ളതാണ്. ഇതാ പഴയ കൺസെപ്റ്റിനെ എല്ലാം മാറ്റിമറിച്ച പുതിയ ടെക്നോളജി. ഈ ആംപ്ലിഫയർ പുറത്ത് പോലും കാണിക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും വെക്കാം. മൊബൈലിൽ ആപ്പുണ്ട്, ആപ്പിൽ കൺട്രോൾ ചെയ്യുക. മറ്റേ പോലെ പെട്ടി പോലെ കളർ കൊടുത്ത് ആ ഒരു കൺസെപ്റ്റേ പോയി. ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ കൺട്രോൾ ചെയ്യുക. തന്നെയാണോ? കാഞ്ഞിരപ്പള്ളി തന്നെ. ഇതാണ് ഇപ്പം നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും പവറുള്ളത് ഇപ്പം നിലവിൽ ഉള്ളത്. ഇത് എവിടെ ഫിറ്റ് ചെയ്യുന്ന നിറങ്ങി പോകുമല്ലോ. ഫിറ്റ് ചെയ്യുമ്പോഴോ? അല്ല, എവിടെയും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തില്ലെങ്കിൽ. അതിപ്പോൾ ബുഷ് വെച്ചിരിക്കുന്നോണ്ടാ. ബുഷ് വേണേൽ എടുത്താൽ കളഞ്ഞാൽ അവിടെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇത് ആൾക്കാരൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റി പുറത്ത് വെച്ചാൽ മതി. സ്പീക്കർ മാത്രം കണ്ടാൽ മതിയല്ലോ. ബ്ലൂടൂത്തും USB പെൻഡ്രൈവും. പഴയ സ്പീക്കർ, ചെറിയ സ്പീക്കർ. എൻ്റെ വീട്ടിലിരിക്കുന്ന ഇതാ JVC. ഇത് 10 വർഷം പഴക്കം. ആ സ്പീക്കർ കൊടുക്കാം. പിന്നെ ഇനി മറ്റേ രണ്ടെണ്ണം ഇരിക്കുന്ന ഏതാ? യാത്ര ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു കാഞ്ഞിരപ്പള്ളി അടുത്താണ്. എരുമേലിയൊക്കെ വന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി വന്നിട്ടുണ്ട്. താഴെ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ടുണ്ട്, തറവാട്. ഓക്കെ. ഇപ്പൊ വയ്യ, അതാണ് പ്രശ്നം. വേണ്ടത് ആകുമ്പോൾ കണക്ട് ചെയ്തല്ലോ അല്ലേ? ഓക്കെ. അയ്യോ, അതൊക്കെ ഓരോരുത്തരുടെ ജീവൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സർവീസ് കൊണ്ടുവന്ന്. ഇതൊന്നും അല്ല, മേളിൽ എന്തായാലും ഞാൻ കാണിക്കാത്തതാ വീഡിയോയിൽ. അതെല്ലാം നാട്ടുകാർക്ക് കണ്ണു വെക്കണ്ടല്ലോ, വല്ലവൻ്റെ സാധനമല്ലെന്ന് പറഞ്ഞത്. അത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന, ജപ്പാൻ സിറ്റാ അത്. ഇവിടെ കൊണ്ടുവന്ന് നേരെ കൊണ്ട കറണ്ടാ കുത്തിയാ. ആ പുള്ളി കൊണ്ടുവന്നല്ലാതെ പുള്ളി അതേ പാട്ട് കേട്ടിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ആ 2 സ്പീക്കർ മാത്രമേ കണക്ട് ചെയ്തു. സബും 2 സ്പീക്കറും. സോണിയുടെ പഴയ കുഞ്ഞ് സബ്. ഇപ്പൊ സാറിൻ്റെ കാണിച്ച കൂട്ട് പഴയ എൻ്റെ ഇരുന്ന് വീട്ടിലിരുന്ന സെറ്റിന്റെ. അടിപൊളിയല്ലേ? ബോക്സ് തരാം. നല്ല ആ ഫാനുണ്ട്. ഉണ്ട്, ഓക്സ് ഉണ്ട്. ഓക്സ്. ഹെഡ്ഫോൺ ഔട്ട് ഇല്ലേ? ഇല്ലേ, ഹെഡ്ഫോൺ ഔട്ട് കാണും. ഹെഡ്ഫോൺ ഔട്ടാ ഓക്സ്. TV-യിൽ ഹെഡ്ഫോൺ ഔട്ടുണ്ട്. അത് വേറെ മൈക്ക്. താവട്ടെങ്ങാനും പോയാ ഒരു പരിപാടി. കുറെ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുമായിരുന്നു അല്ലേ? കുറെ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കും. എത്ര നാളായി? അല്ല, ഇതല്ലേ ആരോ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു. ഊഫറല്ലേ ഒന്നുമില്ല. നീ ഇത് സെറ്റ് ചെയ്ത് തരട്ടെന്നാ. കൊടുത്തു നോക്കാം നമുക്ക്. വലക്കകത്ത് അത് അയണം. അതിപ്പോ വേണ്ട. ഈ വയർ എത്ര നീട്ട് വരണം? സബും പിന്നെ ആംപ്ലിഫയറും തമ്മിൽ. അത് ഇപ്പം സബ് തെക്കൻ മുറി കൊണ്ടുപോകാൻ പറ്റില്ല, ഹാളിനകത്തേ പറ്റത്തുള്ളൂ. അതെ, അടുത്ത് തന്നെ വെക്കണം. അപ്പൊ പിന്നെ 2-3 മീറ്റർ ഇട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണേ. 5 മീറ്റർ എനിക്ക് നല്ല ഗേജ് കൂടിയ വയർ വേണം. ഗേജ് കൂടിയ വയറേ തരുള്ളൂ. ഇതിനല്ല, വയർ വേണം എനിക്ക്. തരാം. ഇത് ഇതൊരു 5 മീറ്റർ എടുത്തു. ടവർ ബോക്സിന് കൊടുക്കാനാ.
നല്ല ലുക്കാണ്. ഞാൻ ആ പ്ലേ ബട്ടണും യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ പോലെ ഇതിന് വേണ്ടി കവറൊന്നും വെക്കാൻ പറ്റില്ല. ഒന്നും വെക്കണ്ട. ഇത് നല്ല പിന്നെ പ്ലാസ്റ്റിക് പോലെ സാധനമാണ്. ആ. ഇത് പ്ലാസ്റ്റിക് ആയത്. ഈ സാധനം പോകാൻ വഴിയുള്ളൂ. ഇത് റബ്ബർ മൂവ് ചെയ്യുന്ന റബ്ബർ മാത്രമേ പോകുള്ളൂ. സോണിയുടെ 12 ഞാൻ ഇരിക്കുന്നു. 5 കൊള്ളായത്തുണ്ടോ? JBL-ഉം പയനീറും ബ്ലൗപന്തും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ. നമ്മളിടുന്ന വീഡിയോസൊക്കെ പലർക്കും കിട്ടുന്നില്ലെന്ന പരാതിയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീരുകയും ചെയ്യും. പുതിയതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ പൊങ്ങി വരികയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഹോട്ടലിലൊക്കെ പിന്നെ പോയി ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പേടിച്ചാണ് കഴിക്കുന്നുള്ള കാര്യം പറയാലോ. യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാനും വൈഫൊക്കെ 9 ദിവസം ഹോസ്പിറ്റലായിരുന്നു. യൂറിനും മോഷണം ഒന്നും പോത്തില്ല. അത് കൂട്ടുപക്ഷ എന്നാ കഴിച്ച മീൻ എൻ്റെ പൊന്നെ. ഞാൻ കണ്ടായിരുന്നു അത്. തലയായിരുന്നു. നെയ്മീൻ തലയാന്ന് പറഞ്ഞൊക്കെ തന്നതാ. പക്ഷെ 8 കിലോ ആയിരുന്നു. 8 കിലോ അവൻ പറഞ്ഞത് എടുത്തു വെച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് 8 കിലോ തന്നോ 150 രൂപ വെച്ച്. ആൾക്കാർക്ക് മുഴുവൻ 10 പേർക്ക് 1 കിലോ പോലും എടുത്തില്ല. വൈകിട്ട് 1 കിലോ പോലും എടുത്തില്ല. അത് ഞങ്ങൾ ഞാൻ വൈഫുള്ള വീട്ടിൽ. അപ്പം ഞങ്ങൾ വെച്ചു. വൈകിട്ട് 8 മണി കഴിച്ചു. 2 മണിയായപ്പോൾ ചാടി എഴുന്നേറ്റ്. പിന്നെ ഇത് കണ്ടു തൊലിയെല്ലാം അങ്ങ് ഇരിയുമായിരുന്നുണ്ടോ? എന്റെ പൊന്നെ ഇത് ഭയങ്കരമാണ്. മൊത്തം അങ്ങനെ തൊലി അങ്ങ് ഇരിയുമായിരുന്നു. തട്ടിപ്പോയ മീൻ തിന്നതേ ഉള്ളൂ. 3 പീസ് അത്രേ കഴിച്ചുള്ളൂ. അപ്പൊ മുഴുവൻ തിന്നത് നമ്മൾ തട്ടിപ്പോയ. ബാക്കി 7 കിലോ മേലെ ഫ്രിഡ്ജിൽ ഇരിക്കുക. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. ഞങ്ങളിവിടെ ഒന്നും ഉണ്ടായില്ല. 2 ദിവസം നമ്മൾ ബോധം കെട്ടുപോയി. അതായത് MDMA അടിച്ചാൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. MDMA പോലത്തെ എന്തോ വിഷമാണ് അതിനകത്ത് ചെന്നിരിക്കുന്നത്. ഇത് ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത്. ഇവന്മാർ ഇതിനകത്ത് ചെറുതായിട്ട് ചേർക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചേർത്ത് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്നാണേലും പൂസ് പോലെ ആയിപ്പോയി. വേറെ പ്രശ്നമൊന്നുമില്ല. വയറ്റിൽ നിന്ന് ഒഴിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മത്ത് പിടിച്ച് നല്ല അടിച്ച് ബീറ്റായിട്ടിരിക്കുന്നവരെ ആരെങ്കിലും നമ്മൾ വർത്തമാനം പറഞ്ഞാൽ ഓർക്കും ഇവനെന്തോ വിഷം കഴിച്ച് നമ്മളെന്തോ സാധനം അടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഓർക്കും അല്ലേ. വിക്സിന്റെ മണോ? വിക്സ് ഒന്നും അല്ല. അല്ല അതിനകത്ത് വേറെ ഇരിപ്പില്ല. നമ്മളിപ്പോ എടുത്തിട്ട് ഡിപ്പിക്കകത്ത് അയണിഞ്ഞെടുത്തോ. ഇതാണോ സാറേ? അയണിഞ്ഞെടുത്തോ. കാലെ പിടിച്ചത് അടിയിൽ കാലയിൽ കൈ പൊള്ളിക്കല്ല. ഊർന്ന് ചാടരുത്. കൊണ്ടുവരും. അല്ല അത് വെള്ളം ചൂടായിരിക്കാൻ വേണ്ടേ. ആ അതല്ലെങ്കിൽ എന്താ പറയാ, സ്പീക്കറിൽ നിന്ന് വേറെ ഇങ്ങനെ പിടിക്കുമ്പോഴേ സ്പീക്കറിൽ നിന്ന് വലി വലിയാതെ ആ പശ ഇടും. ഹോൾ വലുതാക്കണോ? കാണുന്നുണ്ടോ? ഇതൊക്കെ എടുത്താണ് ഇതിൻ്റെ വോൾട്ടേജ് ഇതൊക്കെ എടുത്താണ് എൻസി. ഇനി വന്നേ ഞാൻ പറയട്ടെ ഒന്ന്. കെൻവുഡ് KFC W3010 പീക്ക് പവർ 1000 വാട്ട്സ്, റേറ്റഡ് പവർ 200 വാട്ട്സ്, ഇമ്പിഡൻസ് 4 ohms, മാഗ്നറ്റ് 1800 ഗ്രാം മാഗ്നറ്റ്, JVC കെൻവുഡ് കോർപ്പറേഷൻ മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ കെൻവുഡും JVC ഒരു കമ്പനിയാണെന്ന് മനസ്സിലായി.
സ്റ്റാൻഡ് മറ്റേ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന സെറ്റ്. ആ അപ്പോൾ കെൻപുട്ട് ഒരു മുതലാളി മേല JBC കെൻപുട്ട്. അത് താത്ത് വെച്ചോ 10 വർഷം മേലെ വാങ്ങിച്ചിട്ട് ഇപ്പോഴും വർക്കിങ്ങാ. ഇപ്പോഴാണ് പൊക്കം കുറഞ്ഞ പ്രാവശ്യം. ഞാൻ എടുക്കാം. അത് പറഞ്ഞു ആ സർവീസിലായിരിക്കും. ഞങ്ങൾ ഇത്ര നേരം ആയില്ല, ഇപ്പം ഇത്ര നേരമായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ഒരു പണിയും തീരുന്നില്ല. മോളിൽ കൂടെ ഇടും മോളെ. വരാൻ തുടങ്ങിയോ? പശ വരുന്നുണ്ടോ? ഈ സാർ ഇലക്ട്രോണിക്സ് മേഖലയിലായിരുന്നോ? എന്തായിരുന്നു? അല്ല എല്ലാ പരിപാടിയും അറിയാം. സകലകലാവല്ല. ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായാലേ അത് ചെയ്യുള്ളൂ. നിങ്ങളെങ്ങനെയാ കസിൻസ് ആണോ? ഇത് എന്റെ ഭാര്യയുടെ മാവിയുടെ മോൻ. സാറോ? ഞാനേ അദ്ദേഹം എനിക്ക് ഇത് ഓഡിയോ ഭയങ്കര ഇഷ്ടം. റിലേഷൻ. ആ ഓഡിയോ സെക്കൻഡ് സെയിലും ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, പുള്ളിക്ക് നേരെ വെച്ചോ. പരിപാടിയൊന്നുമില്ല. ആ വയറൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ടേ ഒന്ന് പുറത്തേക്ക് വലിച്ചു, അപ്പോൾ ആ പശ പുറത്തേക്ക് ഇഞ്ഞ് വന്നോളൂ, സെറ്റായിക്കോളൂ. അല്പം വലിക്കാവുള്ളേ. അല്പം വലിച്ചാൽ മതി, മതി. അപ്പോൾ നേരെ വെച്ചു, നേരെ ലെവലൊക്കെ വെച്ചു. എവിടെ ലെവലാണോ? കൻവുഡ് നേരെയാണോ നോക്കി? സാർ നേരെ നിന്ന്. ആ നേരെ നിന്ന്. സാറിൻ്റെ നേരെ വെക്കാം, നല്ല നേരെ അറിയത്തുള്ളൂ. സാറല്ല ചെയ്യുന്നത്. അടിയിൽ നിന്ന് സ്പീക്കർ വയർ വലിച്ചു മാറ്റിക്കാൻ വേണേ ഇതൊന്ന് പൊക്കിയിട്ട് അത് ചളങ്ങും. ഓക്കെ. ഇത്രയും വലിയ സംഭവമൊക്കെ ഇത് പെട്ടി വെക്കുന്ന ആദ്യമായിട്ടാണ്. അല്ലേ ഉണ്ടായിരുന്നു എൻ്റെ കാരണത്ത് വണ്ടിക്കകത്തൊക്കെ. ആ ചെറിയ പെട്ടിയല്ലേ. വണ്ടിക്കകത്ത് അത് ഇടയില്ലല്ലോ. പിടിക്കണോ? വേണ്ട വേണ്ട വേണ്ട, നീ പിടിക്കണ്ട. പൂജ ചെയ്യുമ്പോൾ ശല്യമേ ചെയ്യില്ല. അതൊന്നും തെന്നിപ്പോയാൽ തീർന്നു. ഇനിയിപ്പോ പേപ്പർ അതെ അതെ അതെ, പൈസ മുഴുവൻ പോകും. അതെ. പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യണ്ട, പതുക്കെ പതുക്കെ ചെയ്ത് ഒന്നും കൊള്ളിക്കണ്ട. എപ്പോഴും കുറച്ച് ആൾക്കാരിങ്ങനെ ഇട്ടിട്ടുണ്ട്, അവർക്കും സ്പീക്കർ മുറുക്കി ഇപ്പോൾ കൈ തന്നെ സ്പീക്കർ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ വെച്ച് കീറിപ്പോവും. അത് പോയാലോ, പക്ഷെ ആ റബ്ബർ പോവും. സാറിനെ അവിടെ നിർത്തിയാലോ, സ്പീക്കർ മുറുക്കാൻ നല്ല എക്സ്പേർട്ടാ. സാറിന് ഇപ്പം എന്നാ ജോലി? ടാക്സി ഡ്രൈവറാ. ഓടിക്കാം. ഓട്ടോ ഉണ്ടോ ഇപ്പോഴാ? നല്ല എന്നാ ലോങ് ഓട്ടോ ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ആവശ്യമുണ്ടല്ലോ. ഏത് വണ്ടിയാണ് വേണ്ടത്? ഇന്നോവ ആണോ? എന്നതാ? എത്തിയോസ്. ആ എത്തിയോസ് നല്ല ഡിക്കിയുണ്ട്. യാരീസ് ഇറക്കി. യാരീസ് പരാജയപ്പെട്ടു പോയി. എത്തിയോസ് നല്ലപോലെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. എത്തിയോസ് നല്ലപോലെ ഓടിയ വണ്ടിയല്ലേ. ഇപ്പം മാരുതിയോട് പോയി കൂട്ടുകൂടി, ഇപ്പം എല്ലാം മാരുതിയുടെ വണ്ടിയായി. അത് മതി. അപ്പം ആ വയറിൻ്റെ അറ്റം ഇഞ്ഞെടുത്തു മോനെ, നമുക്ക് അവനെ ഓണാക്കാം. ബുഷ് വെക്കാനുണ്ടോ? ബുഷ് ഇപ്പം എൻ്റെ കയ്യിലില്ല. മേളിൽ
സൗണ്ടാണല്ലോ, ഇവിടെ വന്ന് നിന്നിട്ട് അത്രയും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വെച്ചേക്കുന്നത് നല്ല സൗണ്ടല്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇത് സൗണ്ടല്ല, ഇത് കുലുങ്ങും. At the toe in tie-dye, wonder where this fairy came from. She's from heaven, heart size of the Amazon, hand steady, hair long, holding fire in her hands. She starts to dance. Oh, mystical, magical, beautiful. കടയ്ക്കുള്ളിലായിട്ടല്ല, നമ്മുടെ വീട്ടിൽ ഹാളിലാണെങ്കിലും കിട്ടുമല്ലോ, ഈ എഫക്ട് കിട്ടുമല്ലേ. പിന്നെ ഇതിലും എഫക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് ഒത്തിരി സാധനം ഇരിക്കുന്ന മുറിയല്ലേ. ഞാനൊരു നോൺ CFC പാട്ടിടാം. ഞാനൊരു ഒരു ടി വി കണക്ട് ആണല്ലേ, ആക്സില്ല അതിന്റെ ഉണ്ട് ഉണ്ട് കൊടുക്കാം. ആ ഹെഡ്ഫോൺ ഔട്ട് എടുത്ത് ടി വിയിലില്ല, ടി വിയിൽ ഹെഡ്ഫോൺ ഔട്ടുണ്ട്. ഹെഡ്ഫോൺ ഔട്ടില്ലോ. ആ അതെടുത്തു, അതാ അക്സെപ്റ്റ്. Remix DJ Saturn. ਚੱਲ ਸੁਣ ਮੇਰੀ ਤੂੰ ਮੁਟਿਆਰੇ, ਕੀ ਸਮਝੇ ਆਪਣੇ ਆਪ, ਮੇਰੇ ਮਗਰ ਤੂੰ ਕੀ ਕਰਦੀ, ਇਹ ਗੱਲ ਬਸ ਤੂੰ ਹੀ ਜਾਣਦੀ, ਮੈਨੂੰ ਸਿਰਫ ਯਾ ਪੇਸ਼ ਲੱਗਣ ਲੱਗ ਕੋਲੋਂ ਥੋੜਾ ਜਿਹਾ ਸਿੱਖ പാട്ട് ഉപയോഗിക്കാൻ പോകുന്ന സാർ ഇതാണോ? സാറിൻ്റെ അനിയനാണോ കൊണ്ടുവന്നാണത്? ആ, സാറിൻ്റെ പേരെങ്ങനെയാ? എന്റെ രാജൻ വർഗീസ്. രാജമറീസ്. എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ പഞ്ചാബ് ലുധിയാന. പഞ്ചാബിലായിരുന്നു. എനിക്ക് ടൂറിസ്റ്റ് വണ്ടിക്കാർ ഈ സെറ്റ് വെച്ചാണ് ഈ ഇത്ര ആൾക്കാരെ ബസ് പഠിപ്പിച്ചത്. ബസ് ആ പിന്നെ ബസ്സിൽ നിന്ന് എല്ലാം അഴിപ്പിച്ചപ്പോഴത്തേക്ക് ആൾക്കാർക്ക് പ്രയാസം, എല്ലാവരും ഇനി ഓരോന്നും മേടിച്ച് വീട്ടിൽ വെക്കാൻ തുടങ്ങി. ഞങ്ങൾ 2010 ആ. കൊല്ലത്ത് പോയി താമസിച്ചോണ്ട് ഞങ്ങൾ രണ്ടുകൂടെ അവിടെ റൂം എടുത്തിട്ട് അന്നത്തെ എന്റെ അംബാസഡർ കാരനാണ് ഞാൻ സബ് കഴിച്ചു. ആ. 2010 അതെ. അതിന്റെ പാശം പെട്ടിയില് വെച്ച് അടുക്കിക്കകത്ത് ഡിക്കി, അല്ലാതെ ബാസ് ട്യൂബോർഡ് മേടിച്ചത്. ട്യൂബ് മേടിച്ചായിരുന്നു. അപ്പൊ അത് 10-17 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രണ്ടും അവിടെ പോയി റൂം എടുത്തു. ആ റൂം എടുത്തോണ്ട് ഞങ്ങൾ ഈ സബ് ഫിറ്റ് ചെയ്തു അംബാസഡർ ആ അപ്പൊ അന്നേ ക്രൈസ് ഉള്ള കുഞ്ഞുനാൾ മുതലുള്ള എനിക്ക് നേരെ തിരിച്ചു പോവാ. എനിക്ക് ഈ ഇടിയോടൊന്നും താല്പര്യമില്ല. ആ എനിക്ക് നല്ല വോക്കല്, നല്ല പാട്ട് കേൾക്കുന്ന, അതായത് നമ്മൾ വീഡിയോ കളഞ്ഞേ, വീഡിയോ കളഞ്ഞ് പാട്ട് കേൾപ്പിക്കാം. പാട്ട് കേൾപ്പിക്കണ്ട, ഇതടിക്കും തിരിച്ച്. ഓഫറിന് ഇങ്ങനെ 4 ബുഷ് കൊടുക്കുന്ന നല്ലതാ. ഈർപ്പം കയറി നിലത്തിരിക്കുമ്പോ ഈർപ്പം കയറി തടി ഇറങ്ങി പോകാനും ചാൻസാ. ഞരങ്ങല വെയിറ്റ് അത്ര ഉള്ളതുകൊണ്ട് ഞരങ്ങല. ഇത് ഈ ടൈലേ കേട്ടാ. ആ മറ്റുള്ള ഫുള്ള് സൗണ്ട് എന്തായാലും വീട്ടിൽ കൊടുത്ത് ഞാൻ വീട്ടിലൊരു ഇത് വെച്ചിരുന്ന്, ഞാൻ ഒരു തടിക്കഷ്ണം വെച്ചിട്ടാണ് വെച്ചിരുന്നത്. എൻ്റെ ഒരെണ്ണം ഇങ്ങനെ പോയത് ഞാൻ കണ്ടതാണ്. കാരണം ഗ്രാനൈറ്റിലാണ് വെച്ചിരുന്നത്. ഗ്രാനൈറ്റിൻ്റെ തണുപ്പ് കാരണം പെട്ടി പോയി. ഇത് ചിപ്പുണ്ടല്ലേ.
ആ ഫാൻ്റെ റിമോട്ട് എന്ത് ചെയ്യുന്നു? 500 രൂപ. അതാ അതിൻ്റെ തന്നെ കോപ്പി ഉണ്ട്, 250 രൂപയ്ക്കുണ്ട്. സെറ്റിന്റെ കൂടെ വന്ന എൻ്റെ പുസ്തകം റിമോട്ട് ഇരിപ്പുണ്ട്. ആ. ഞാൻ ചോദിച്ചു ആ 1000 രൂപയൊക്കെ ആൾക്കാരോട് ചോദിക്കാം. പിന്നെ അത് കുറച്ച് കൊടുക്കണ്ട. നഷ്ടമൊന്നുമില്ല. ഏ 500 രൂപയ്ക്കാണെങ്കിൽ കൊടുത്താൽ 500 രൂപയ്ക്ക് കൊടുക്കണം. നല്ല ഒറിജിനൽ ആ അതാ പറഞ്ഞു, 500 രൂപയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ആവശ്യക്കാരൻ വന്നാൽ 1500 കിട്ടും. 1500 കിട്ടും. കംപ്ലൈന്റ് ഉള്ള ടി വി റെഡിയാക്കി കിട്ടും. ഇല്ല ഒന്നുമില്ല. അതൊക്കെ പുള്ളി എന്നെക്കാളും ടെക്നീഷ്യനുകൾ നിൽക്കുന്നു. ആരോഗ്യമുള്ള ടെക്നീഷ്യൻ. എനിക്ക് പ്രായമായി. പുള്ളിക്ക് എത്ര വയസ്സായി? ആ അപ്പോൾ നമ്മൾ കത്ത് സർവീസിന് വന്നിരിപ്പുണ്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്നാലും 50 വയസ്സ് താഴെയല്ലേ. 55 കഴിയുമ്പോഴേ കളവനാവുള്ളൂ. കണ്ടുപിടിക്കും. അങ്ങനെയുള്ള സർക്കാർ നിയമം. ആ അതാ പറഞ്ഞത്, ഇപ്പം കിളവനായി. 55 വയസ്സ് വരെ എല്ലാവരും മിടുക്കരാണെന്നാണ് സർക്കാർ പറയുന്നത്. പണ്ട് അങ്ങനെയാണല്ലോ, 55 വയസ്സ് കഴിഞ്ഞാൽ വിശ്രമിച്ചോളാൻ പറയുമല്ലോ. മനസ്സിന്റെയാ കൂടുതലും. മനസ്സിന്റെ ഒരു അതൊന്നുമല്ല, എന്നാണേലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊന്നും പറയാൻ പറ്റില്ല. ആ ഉറപ്പല്ലേ. എത്ര കത്തോലിക്ക് ആ കത്തോലിക്ക മലങ്കരയാ അല്ല, ഒറിജിനൽ RC. റോമൻ കത്തോലിക്ക്. അത് ഈ കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ കൂടുതൽ. പാല, കാഞ്ഞിരപ്പള്ളി. നിങ്ങളൊക്കെ ഇപ്പോൾ ഏതാ? ഞാൻ മലങ്കര കത്തോലിക്ക. മലങ്കര ഞാൻ ഓർത്തഡോക്സ്. ഒരു പള്ളി ഓർത്തഡോക്സ്. ആ ഈ അടി ഉണ്ടാക്കുന്നവരാ? ഓർത്തഡോക്സ് പാത്രികീസ്. പാത്രികീസ്. ഇപ്പം നിങ്ങൾ അടിയില്ലാത്ത ആൾക്കാരാ, ഒരു ഗ്രൂപ്പ് തന്നെ. ക്ഷമാശീലത. ശമാശീല അല്ല, മറ്റൊക്കെ കാണുമ്പോഴല്ലേ അടിയുള്ളൂ. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ അടിയില്ലല്ലോ. അപ്പൊ അതിന്റെ അത് പ്രശ്നമായിട്ട് തീർന്നില്ലേ? വിളിച്ച് ചോദിക്കാൻ ഹോം തിയേറ്റർ റെഡിയായോ, അത് ശരിയായോ? ഞാനിത് ആലോചിക്കുമോ അത് നാളെ റെഡിയാക്കണല്ലോ. പിന്നെ രാത്രി സ്വപ്നത്തിൽ ഇത് ശരിയാക്കുന്ന വീഡിയോ. അത് തന്നെ അവസ്ഥ. നേരം വെളുക്കുമ്പോഴത്തേക്ക് അതിന്റെ കംപ്ലൈന്റ് ഒക്കെ നമുക്ക് സ്വപ്നത്തിൽ കിട്ടും. ഇന്നലെ രാത്രി ഞാൻ ആ സാധനം മൊത്തം റെഡിയാക്കിയതാണല്ലോ എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനുഷ്യന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ചെറുപ്പൊട്ടിക്കൽ 2 ബ്ലൂഫും കൂടെ വെച്ചു ഒരു പൈനിയർ കൂടെ കയറ്റുവാണെങ്കിലും ആ ആംപ്ലിഫയർ മാനേജ് ചെയ്തോളൂ. പാടായിരിക്കും. ഇത് മതി. ഈ സ്പീക്കർ 2 കൂടെ വെച്ചോ, കുഴപ്പമില്ല. നമ്മുടെ ഏറ്റവും
കൂടിയത് വേണ്ടേ അപ്പം? കൂടുതലാണ് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്ത് ഇരിപ്പില്ലേ ഇരിപ്പില്ല കറണ്ട് ഊരിട്ടൊക്കെയാണ്. കത്തി എവിടെ? കത്തി അതാണോ? പൂവുണ്ട്, പയറുമുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതിയേ, ഒരു ബ്ലൂ പന്തും ഒരു സോണിയും കൂടെ ഒരു സൈഡിൽ കൊടുക്കുക, മറ്റേത് ഒരു ബ്ലൂ പന്തും ഒരു സോണിയും കൂടെ കൊടുക്കുക. 2 സൈഡിൽ. ആ, കാരണം രണ്ടും ഫോറോംസ് അല്ലേ നോക്കി ചെയ്ത് ഫോറോംസ്. അപ്പോൾ 8 ohms ആവും. എങ്ങനെ കൊടുക്കണം? സീരീസ് ആയിട്ട് കൊടുക്കണം. മാറ്റിയിട്ട് AS21 എടുത്ത് വെച്ച് നീ പിടിച്ചോ ഇൻസി. ഇതങ്ങ് മാറ്റിക്കും കവർ കൂടി ബോക്സില ഇത് വെക്കാം. നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഞാൻ കേൾപ്പിക്കാം. അതായത് ഇതിപ്പോൾ ഒരു വയറ് കൊടുക്കും. ആ വയറിന് ഈ വയറ് ഇത് പാരൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് 4 ohms ആണ്. ഇതിനെ സീരിയൽ ചെയ്ത് നമ്മൾ 8 ohms ആക്കുക. ഇതുപോലെ തന്നെ ആ സോണി അവിടെ ചെന്ന് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഒരു സൈഡ് സോണി ഇരുന്നോട്ടെ, ഒരു സൈഡ് ബ്ലൂ പന്ത് ഇരുന്നോട്ടെ. ഇതിന് ഇതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് ഇവിടെ കുത്തുന്നു. നെഗറ്റീവ് കുത്തുന്നു. ഇനി ഈ വന്നിരിക്കുന്ന വയറില്ല, ഇത് വരയുള്ളത് പോസിറ്റീവും വരയില്ലാത്ത ബ്ലാക്ക് നെഗറ്റീവ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ, വരയുള്ളത് പോസിറ്റീവായിട്ട് ഇവിടെ ഇപ്പോൾ ഇതിനെ പോസിറ്റീവ് ആക്കി. അപ്പം ഈ പോസിറ്റീവിനെ കൊണ്ട് ഈ വരയില്ലാത്ത നെഗറ്റീവിലോട്ട് പോകും. ഇത് നല്ലപോലെ തിരിച്ചും കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ല ഇൻസുലേഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുക. അതായത് ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം 2 വയറ് മിച്ചം വരും. 2 നമ്മൾ ഇൻസുലേഷൻ ചുറ്റുവാണ് കൊടുത്തിട്ട്. ഇനി ആ വയറുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. അത് നമ്മൾ സീരിയസ് കണക്ഷൻ എന്ന് പറയും. സീരിയസ് ആയിട്ട് ഒന്നിനകത്തൂടെ ഒന്ന് കയറി ഇറങ്ങി വരുന്ന പോലെ കൊടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോൾഡർ ചെയ്തിരിക്കുന്ന സാധനമായതുകൊണ്ട് അവിടെ ലൂസ് ഒന്നും വരികയില്ല. അപ്പോൾ 2 വയർ നമുക്ക് മിച്ചം വന്നു. ഇതിൽ വരയുള്ളത് പോസിറ്റീവും വരയില്ലാത്ത നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ചാനലായിട്ടും കൊടുക്കാം. ഒരു ഒറ്റ ചാനൽ, ഒരു 2 പെട്ടി ഉണ്ടോ? ഓവൽ പെട്ടി ഇരിപ്പുണ്ടോ? ആ, ഇപ്പോൾ ഒരു ചാനൽ ഇവിടെ കൊടുക്കുക. മറ്റേ ചാനൽ സോണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ബ്ലാക്ക് കൊണ്ട് നെഗറ്റീവ് കൊടുക്കണം. ബ്ലാക്ക് നെഗറ്റീവ്. ആ, 2 എടുക്കുമ്പോൾ ഇങ്ങനെ ആക്കണം. മനസ്സിലായില്ലേ? ഒരു പോസിറ്റീവ് ഒരു ഇത്ര സംഭവം കഴിഞ്ഞു. മനസ്സിലായില്ലേ? വരെയുള്ളത് പോസിറ്റീവ് വരും. നമുക്ക് പെട്ടി വെച്ച് കത്തിക്കാം.
बस तू ही जादी मैनू सफाइयां पेश कर लब कोलों थोड़ा जिहा सिख जाके प्यार करने दा मन झूठे सन साडे बेवफा 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 निकली है तू झूठा प्यार नहीं था है तू बेवफा 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 निकली है तू झूठा प्यार नहीं था है तू Remix DJ Saturn. जब तेरे मेरे कोल तो होवे या तां विच दूर तो होवे सानू सदनी ना ओल लेके तैनू कहंदे ओले बुले के मैनू कुछ कहती ना हुन लोटे ना दिल तोड़ दी को ना हुन तोड़ या तेरा चाहिदा ना हो साडे बात की निशानी है तू मोड़ बेवफा 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 निकली है तू झूठा प्यार नहीं था है तू बेवफा 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 निकली है तू झूठा प्यार नहीं था है तू तेरे जिंदगी च क्यों तू आई यारी क्यों नहीं तू निभाई कितनी साडे नाल बेवफाई सानू ते कुड़िए जवाब ते केड़ी गल दी सानू तेरी रोवेंगी मैनू याद करके बेवफा 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 निकली है तू झूठा प्यार नहीं था है तू बेवफा 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 निकली है तू झूठा प्यार नहीं था है तू बेवफा 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 निकली है तू झूठा प्यार नहीं था है तू बेवफा 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 निकली है तू झूठा प्यार नहीं था है तू Remix DJ Saturn. കൈവിരലെന്ന് പറഞ്ഞാൽ അത് കൈവിരലിനേക്കാൾ പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലായി രണ്ടുപേരും നേരെ നിന്നിട്ട് കാണിക്കുന്ന Exclusive DJ Remy. down, 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 down.
DJ Remy. ഞാൻ ശരിക്കും ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഞാനത് ആസ്വദിച്ചിരിക്കുമായിരുന്നു. ഇതേ നമ്മൾ ഈ വാക്കിംഗ് സ്ട്രീറ്റുകളുണ്ടല്ലോ, വാക്കിംഗ് സ്ട്രീറ്റ് തായ്ലാൻഡിൽ പോയിട്ടുണ്ടോ? തായ്ലാൻഡ് വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, മലേഷ്യയിലൊക്കെ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡായിരിക്കും, നമ്മൾ യാത്രയൊക്കെ ചെയ്ത് മടുത്ത് കഷ്ടപ്പെട്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലൊന്ന് പോയിട്ട് വരാമെന്ന്. അപ്പോൾ അവിടെ വണ്ടിയൊന്നും കയറ്റില്ല, നമ്മൾ നടന്ന് തന്നെ യാത്ര ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡിലും കടകളും ഡാൻസ് ബാറുകളും ബിയർ പാർലറുകളും ബ്രാൻഡി ഷോപ്പുകളും അങ്ങനെ ഭയങ്കര ആഘോഷമാണ് അവിടെ. അവിടുന്ന് ഞാൻ മേടിച്ച പാട്ടായത്. അവിടെ റോഡ് സൈഡിൽ അവിടെ പമ്പുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു CD ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ്. അത് ഞാൻ പെൻഡ്രൈവിലാക്കിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ പാട്ട് മാത്രമേ ഉള്ളൂ. ഇത് കൂട്ട് പാട്ടുകളാണ് ഈ രണ്ട് സൈഡിലെ ഷോപ്പുകളിൽ നിന്നും കേൾക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരു ഭൂമികൂലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മൊത്തത്തിൽ. ഇത് കൂട്ട് ഇടിയും ഡാൻസും ഭയങ്കര. അപ്പോൾ ഇതിന് 5 കിലോമീറ്ററൊക്കെ കാണും. ഈ 5 കിലോമീറ്റർ അങ്ങേയറ്റം വരെ നടന്നിട്ട് ഇങ്ങേറ്റം വരെ നടന്നാലും നമ്മൾ മടുക്കില്ല. നമ്മുടെ സകല ക്ഷീണവും മാറും. അതിനിടയിൽ 1-2 മസാജും കൂടെ, മറ്റേ ഇവിടുത്തെ കൂട്ട് മസാജല്ല, ഈ ഫുഡ് മസാജ് ചെയ്യും. നല്ല സൂപ്പർ മസാജിങ്, അവർ ട്രഡീഷണൽ മസാജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേരിക്കോസ് വേദന നടക്കാൻ മേലാതെ കാലിന് വേദനയായിട്ടിരിക്കുന്നവന് ഓടും. അതുകൂട്ട് മസാജിങ് അവർ ചെയ്യുന്നു. അത് പെണ്ണുങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ല ബോഡിയിലെ ലേഡി ബോയ്സ് ഉണ്ട് അവിടെ. എന്ന് വെച്ചാൽ നമ്മളിവിടെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ വ്യത്യാസം മനസ്സിലായില്ലേ? മറ്റേത് 100 വാട്ട്സും ഇത് 350 വാട്ട്സുമാണ്. അതാണ് എത്ര വ്യത്യാസം. വാട്ട്സ് കൂടുന്നവർ ഇതാ ഇരുത്ത് കൂടും. ഇത് നല്ല ഇരുത്താണ്. ഇതിനേക്കാളും കൂടിയ കയറ്റണോ? ഇത് തന്നെ വീട്ടിൽ പിൽക്കാലത്ത് കയറ്റാം. കാരണം ഇതിന് ഇന്നിപ്പോൾ ഒരു കെൻവുഡാണോ കെൻവുഡിൻ്റെ ഒരു സബ്ബുമായിട്ട് തിരുവനന്തപുരത്ത് നാൾ വന്നായിരുന്നു. എവിടെ നിന്നാണ് വന്നത്? തിരുവനന്തപുരം അല്ല, ഏതോ ഒരു സ്ഥലം, കൊല്ലാപ്പുറങ്ങാണ്ട. സൗദിയിൽ നിന്ന് അവർ കൊണ്ടുവന്ന 12 ഇഞ്ച്. അതിൻ്റെ വീഡിയോ ഇന്ന് ഞാനിടും, ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഇത് കൂട്ടർ AS മേടിച്ചു, സബ്ബൂഫറും സ്പീക്കർ. പുള്ളിക്ക് കെൻവുഡിൻ്റെ തന്നെ സ്പീക്കർ വലുതുണ്ട് അവിടെ വീട്ടിൽ. ഇത് ഞാൻ അയച്ചു തരാമേ. എന്നിട്ട് പുള്ളി TV21 കേട്ടതിൻ്റെ ഇഷ്ടം കൊണ്ട് പുള്ളിയുടെ കസിനെ കൊണ്ട് വന്നതാണ്. ഈ വയർ എൻ്റെ കൂടെ പുറത്തൂടെ ഇട്ട് തരണേ. ആ തുളയ്ക്കകത്തൂടെ ഇട്ട് സ്ക്രൂ ചെയ്യാൻ പോവാണേ. തുളയുണ്ടോ എന്ന് നോക്കിയാൽ പെട്ടിക്ക്. തുളയുണ്ടോ? തുളയില്ല, ബിറ്റൂടെ പോയി എടുത്തോണ്ട് വരണം. ബോക്സിന് 750 രൂപ ഉള്ളൂ. നല്ല ബോക്സ്. അതൊന്നും മാറ്റണ്ട. അതിൻ്റെ കൂടെ ഒരു ബില്ലൂടെ വരുമെന്നുള്ളൂ, വാറണ്ടി പേപ്പറൂടെ വരുമെന്നുള്ളൂ. അത് നമ്മുടെ സോണിയുടെ സബ്ബൂഫറിൻ്റെ സ്പീക്കറിൻ്റെ ബില്ല. ഈ ബ്ലൂടൂത്തിൻ്റെയും കൂടെ വരുന്നു. അതൊക്കെ അത് എവിടെ തന്നെ വെച്ചു. അത് വേണ്ട. അതൊന്ന് കൂട്ടിയതല്ലേ? ഓക്കെ. ആ പെട്ടിയാണോ ഇത്? സൈഡ് ഹോളില്ലാത്തതല്ലേ? അതൊന്നെ ഹോളില്ലാത്ത പെട്ടിയല്ലേ? ഹോളുള്ളതല്ലേ? അത് 450 ഉള്ളത്. ശരിയായില്ല. ശരിയായില്ല. രണ്ടും ഒരുപോലെ ഇരിക്കണേ. ഒരുപോലെയൊക്കെ അത് ഞാൻ നോക്കി. ആനയുടെ കുറവുണ്ട്. പറഞ്ഞോ. ഗുരുശാപം മഹാശാപമാണെന്ന് പറയുന്നത്. അതെയോ? ഒന്നും പറയാൻ പറ്റില്ല.
ഫോൺ വിളിച്ചത് നിങ്ങളാണ് ഇപ്പോൾ? അല്ല, ശരിയാക്കാമല്ലോ. ഡിസ്പ്ലേ ഒരു വര വന്നിട്ട് അത് പിന്നെ മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി. ഇതിന്റെ അടിയിൽ ഇങ്ങനെ നേരത്തെ പച്ച ലൈറ്റ് ഒരു ചുമല ലൈറ്റ് ഉണ്ട്, കൊണ്ടുപോകാം. സോണിയാണോ? എടുത്തോ, സോണിയാണ്. എന്നാണ് ഒന്നും നോക്കണ്ട, എടുത്തോ കണ്ടിട്ട് കാണണ്ട. ആ, ഇപ്പോൾ പഴയ ഒരു അവസ്ഥയിൽ പണ്ട് നമ്പർ കൊടുക്കുന്ന പോലെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. അത് കിട്ടിയല്ലോ, വിളിച്ച വെക്കാതെ തന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആകുന്ന ഫോൺ തന്നെ പറയുന്നുണ്ട്. ഇതൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് പാടിച്ചുകൂടെ നോക്കാം. ഫിറ്റ് ചെയ്തല്ലേ, ഒരെണ്ണം കൊടുത്താൽ മതി, ആ സ്പീക്കർ മാത്രം കൊടുത്താൽ മതി. ആ, ഇത് നിങ്ങൾ രണ്ട് ജിൻസിഞ്ഞ് വന്നേ, ഇതെങ്ങനെ ഞാനിത് കൊടുത്തെന്നൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇത് അവിടെ നിന്ന് കണ്ടുപിടിച്ചു. നിങ്ങൾ രണ്ടുപേരും, ഞാൻ വീഡിയോ പിടിച്ചോളാം. വേണ്ട, നിങ്ങളവിടെ നിന്ന്, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്കിട്ടാ പണി. ഇതിപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുക. നിങ്ങളുടെ വലതുവശം ഏതാ? നിൻ്റെ വലതുവശം ഏതാ? നിൻ്റെ വലതുവശം ഏതാ? നിൻ്റെ വലതുവശം ഇതാ. ഇത് നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റി. നിങ്ങളുടെ വലതുവശത്തിന് നമ്മൾ കുരിശിൻ്റെ രൂപം കൊടുത്തു, പോസിറ്റീവ് ആക്കി. ഇത് നിങ്ങളുടെ ഇടതുവശം പറ. ഇത് റെക്കോർഡിങ് ഇട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. ആ, ഇടതുവശം പോക്ക്. ആ, ഇടതുവശവും വലതുവശം പോലും അറിയത്തില്ല രണ്ടുപേർക്കും. ഓക്കെ, അപ്പോൾ ഇടതുവശം കണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഇത് മാറ്റിക്കും. ഇത് ലെഫ്റ്റ് സ്പീക്കർ, രണ്ട് കൈയും താത്തേ. ലെഫ്റ്റ് സ്പീക്കറിൻ്റെ പോസിറ്റീവ് പൊക്കിക്കേ. ആ, പൊക്കിയല്ലോ. ഇത് റൈറ്റ് സ്പീക്കർ, റൈറ്റ് സ്പീക്കറിൻ്റെ നെഗറ്റീവ് പൊക്കിക്കേ. നെഗറ്റീവ് ആണോ? ഉറപ്പിച്ചു. അപ്പം അതിന് ശരി തന്നെ. അപ്പം നിന്റെ പോസിറ്റീവ് എന്ന് പറയുന്ന ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവ് ഇതാ, ഈ സ്പീക്കറിൻ്റെ നെഗറ്റീവ് ഇതാ, അതെയല്ലോ. അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് നെഗറ്റീവിനും കൂടെ ഒന്നിച്ച് ഇൻസുലേഷൻ കൊടുക്കുക. അപ്പോൾ ഒരു ഇവിടെ എന്നാ മിച്ചം വന്നു? നെഗറ്റീവ് മിച്ചം വന്നു, അവിടെ ഒരു പോസിറ്റീവ് മിച്ചം വന്നു. ഈ രണ്ട് ലൈനും കൊണ്ട് ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കൊടുക്കുക. ഇതാണ് സീരിയസ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് 4 ഓംസും മറ്റേ ആൾക്ക് 4 ഓംസും ഉണ്ട്. അപ്പം 4 കൂടെ സീരിയസ് ആയിട്ട് കയറ്റി ഇറക്കി വന്നപ്പോൾ ഇവിടെ കറണ്ട് കൊടുത്താൽ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ കയറി, ഇദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ കയറി ഇപ്പഴേ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഈ 4 + 4 8 ഓംസായി. സിമ്പിളായല്ലോ. അപ്പോൾ ഇനി സംശയമുള്ളവർ ഇങ്ങനെ രണ്ടുപേരെ പിടിച്ചു നിർത്തി നോക്കി സീരീസ് കൊടുക്കുക. ഇനി അടുത്തത് പാരല്. ഈ ഇദ്ദേഹത്തിന് 8 ഓംസും ഇദ്ദേഹത്തിന് 8 ഓംസ് ആണെങ്കിൽ നമുക്ക് 4 ഓംസ് ആക്കാൻ ഇത് നേരെ നിങ്ങളിങ്ങനെ കൈ കൊടുത്താൽ മതി. പോസിറ്റീവും നെഗറ്റീവും കൂടെ കൊടുത്ത് ഇടത് കൈയും വലത് കൈ ഇങ്ങനെ കൊടുത്ത് പാരൽ ചെയ്തിട്ട് ഈ പാരൽ ചെയ്തിരിക്കുന്ന സാധനം, അതായത് പോസിറ്റീവും കൂടെ ഒന്നിച്ച് കൂട്ടിക്കെട്ടുക, നെഗറ്റീവും കൂടെ ഒന്നിച്ച് കൂട്ടിക്കെടുക്കുക. ആ 2 ലൈനും കൊണ്ട് കയ്യേൽ ആ 2 ലൈനും കൊണ്ട് നേരെ ആംപ്ലിഫയറോട്ട് കൊടുത്താൽ മതി. ഇതാണ് പാരലൽ കണക്ഷൻ. മറ്റേത് സീരീസ് കണക്ഷൻ. ഇത് ഓംസ് കൂടുതലാണെങ്കിൽ പകുതിയാവും, മറ്റേത് ഓംസ് ഇരട്ടിയാവും. അതാണ് വ്യത്യാസം. ഇത് എഴുതിയെടുത്തു. അല്ലല്ല, ചെയ്യും. ഇത് പണിയൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കാണാനും. നമുക്ക് ഇതിന് പറയുന്നത് എന്നാ പറയുന്നത്, ക്രൈസ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്നാ പറയുന്നത്, അവർക്കൊരു ഭാഷയുണ്ട് ഇതിന്. എൻ്റെ പാഷനാന്ന് പറയും, എൻ്റെ പാഷനാണ്. മല കയറാൻ പോകുന്ന ആളുണ്ട്. അതുപോലെ തന്നെ 100 പവൻ സ്വർണം കെട്ടി വെച്ച് പെണ്ണെ കെട്ടിക്കാനിരിക്കുന്ന അപ്പന്മാരെ എനിക്കറിയാം. അതെ, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ. പക്ഷേ എനിക്കറിയത്തില്ല, ഈ ആണുങ്ങളൊക്കെ ലിവിങ് ടൂതറിൽ പേടിച്ച കഴിയുന്നു. ഇത് നീ കയറ്റി ഇട്ടിരിക്കുന്നല്ലേ ഇതിൻ്റെ സ്റ്റോക്ക്? ഇതിൻ്റെ വാറണ്ടി പേപ്പർ, കാറ്റലോഗ്.
ആ എല്ലാം seal ആ എല്ലാം എടുത്ത് വെച്ചു. അത് അതിനകത്ത് ഫില്ല് ചെയ്യാനൊന്നുമില്ല. ബില്ലാണ് ബേസ് ബിൽ. എല്ലാം കൂടെ പിന്നെ കുത്തി അവൾ തരും. 2 ബില്ലടിക്കണം. ആ ഇത് ഭയങ്കര ലുക്കാണുള്ളത്. ആ നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടോ ആ എഴുത്തൊക്കെ നല്ല ലുക്ക. ഒരു വയർ എത്ര വേണം നോക്കി വയർ കിട്ടിയാൽ മതി. ഈ സബ്വൂഫറിന് വയറില്ല, സോണിക്കും ഇല്ല. അയ്യോ ഇതിന് സ്ക്രൂ ഇല്ല ഇതിൻ്റെ കൂടെ. ഇത് റബ്ബറൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഉണ്ടോ എന്നാ നല്ല റബ്ബറാണ്. സോണി പിന്നെ എല്ലാം തരുന്നതുകൊണ്ട് അത്രയും സുഖമുണ്ട്. ബ്ലൂ പംപ്സ് ഒരു ഷോട്ട് എടുത്തേ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് എടുത്തു. ഈസി ആയിട്ടാണ് പവർ സപ്ലൈ ഇല്ലാതെയാണ് വരുന്നത്. പവർ സപ്ലൈ ഇല്ലാതെയാണ് ഈ 1400 രൂപ 1700 രൂപയ്ക്കൊക്കെ ഇത് നേരിട്ട് കൊടുത്താൽ. ഇത് പവർ സപ്ലൈ നമ്മൾ 24 വോൾട്ട് 10 ആമ്പിയർ പവർ സപ്ലൈ ഇതിനകത്ത് വെച്ചതാണ്. 24 വോൾട്ട്. പിന്നെ 12 വോൾട്ടിനും വേണേൽ വർക്ക് ചെയ്യും. വണ്ടിയെ വെക്കാനാണെങ്കിൽ 12 വോൾട്ടിനും കൊടുക്കാം. അത്ര കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ആയതുകൊണ്ട് ഇച്ചിരി ആംബിയർ കിട്ടുമല്ലോ. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇത് ബസൂക്കാലെ 2 സ്പീക്കറായി. കാനപ്പിള്ള എവിടെ? ചേട്ടനാണ് ഈ പാട്ട് പാടുന്ന ആള്. പാട്ട് പാടുന്ന ആള്. ഈ ഇടയ്ക്ക് ഏതോ ഒരു യൂട്യൂബർ ഇങ്ങനെ പാട്ട് പാടുന്ന ആളാന്ന് പറഞ്ഞിട്ടിരുന്ന ചേട്ടനാണോ? അത് വേറൊരാളാ അല്ലേ? ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കാഞ്ഞിരപ്പള്ളി കച്ചവടം 8 വർഷം. 8 വർഷം. അതിന് മുമ്പ് എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആദിക്യൂപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ബജി, മുളക് ബജി അതെല്ലാം വിട്ടു. ഇപ്പൊ കടലയാക്കി. അവിടെ തന്നെയാണ് ഇപ്പൊ കടല. അപ്പുറമായിരുന്നു ആദ്യം. കടല കച്ചവടം ഉണ്ടല്ലേ? ഇപ്പൊ എല്ലാരെയും ഒന്നും കണ്ടാൽ ഞാൻ മേടിക്കാറില്ല. എന്റെ അമേരിക്കൊക്കെ പോകുന്നുണ്ട്. അതെയോ? ഇന്നലെ മിനിയാന്ന് പോയി ഒരു 5 കിലോ അവർക്കുണ്ടാക്കി കൊടുത്തു. അവര് അവിടെ ചെന്ന് ചൂടാക്കിയാൽ മതിയല്ലോ അല്ലേ? ചൂടാക്കണ്ട, ഇത് 6-7 മാസം വരെ പാക്ക് ചെയ്തു. എണ്ണയില്ലാതെ വെള്ളമില്ലാത്തതാണല്ലോ. അപ്പൊ നമ്മളെ ഈ മസാല വരട്ടി കറക്റ്റായിട്ട് വറുത്ത് നമ്മൾ പാക്ക് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് കൊടുക്കുന്നു. അവർക്ക് കൊണ്ടുപോയാൽ മതി. അവിടെ ഒരു കുഴപ്പമില്ല. നല്ല വെളിച്ചെണ്ണയിൽ, മായമില്ലാത്ത നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ വറക്കുന്ന. അല്ലെ നമ്മൾ വേറെ വല്ല കടയിലൊക്കെ പോയി മേടിച്ച് എന്നാ ഉണ്ടാക്കിയതാന്ന് ഓർത്താ അല്ലേ? ഒരു ഉറപ്പില്ലല്ലോ. വെളിച്ചെണ്ണ ഇപ്പൊ കെഡിസന്റെ ആണ് ഇപ്പൊ ഒരുവിധം നല്ല. കെഡിസണോ? കെഡിസൺ കുഴപ്പമില്ല നല്ല വെളിച്ചെണ്ണ. പിന്നെ 916 വേറൊരു വെളിച്ചെണ്ണയാണ് അവിടെ വറുത്തിരുന്നത്. അപ്പൊ ഒരു ഫുഡ് ഇൻസ്പെക്ടർ വന്നിട്ട് കടല മേടിച്ച് കഴിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ് നല്ല കെഡിസന്റെ നല്ല വെളിച്ചെണ്ണയാണ്. അങ്ങനെ അന്ന് തുടങ്ങിയാണ്. അല്ല 916ഓ? ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് 916. കെഡിസന്റെ ഞങ്ങൾ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത് 916 അല്ലേ എൻസി? ഇത് ബസൂക്ക എന്ന് പറഞ്ഞ വീഡിയോകോണിൻ്റെ TV-യുടെ അകത്തിരുന്ന ഊഫറാണ്. ഇതിൻ്റെ മാഗ്നറ്റ് കണ്ടോ എൻസി? ഇത് വലിയ മാഗ്നറ്റായത്. ഇത് ഡീമാഗ്നറ്റൈസ്ഡാണ്. അതായത് TV-ക്ക് പിക്ചർ ട്യൂബിനകത്ത് കളർ വരാതിരിക്കാൻ വേണ്ടി ഈ വലിയ മാഗ്നറ്റിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാന്ന് പറയും. ഇതിനകത്ത് പുറത്തൊരു കവർ കൊണ്ട കാന്തം പിടിക്കുകയില്ല. അങ്ങനെ എടുത്ത ഒരു സബ്വൂഫറാണ് ഈ വീഡിയോകോണിൻ്റെ ബസൂക്കയിൽ. നല്ല മുഴുത്ത 2 സബ്വൂഫറാണ്. ഇത് കണ്ട് ഇതിന് മാഗ്നറ്റ് പിടിക്കുകയില്ല. ഇത് ശരിക്കും 4 ohms 30 വാട്ട്സാണ്. അപ്പോൾ 4 ohms 30 വാട്ട്സിനെ നമ്മൾ സീരീസ് ചെയ്ത് 60 വാട്ട്സാക്കി മാറ്റി. പിന്നെ 2 സ്പീക്കറും കൊടുത്തു. TV21 നമ്മളൊന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ആ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിച്ചു. അതിനകത്ത് ഇറക്കണമെന്നില്ല, ചാടിപ്പോയിരിക്കാൻ ഇറക്കിയതാണ്. Exclusive DJ Rennie.
അപ്പോൾ ഡീമാഗ്നറ്റൈസ് ചെയ്ത സ്പീക്കറാണിത്. ഇത് 30 വാട്ട്സ് 4 ohms ആണ്. 30 വാട്ട്സ് 4 ohms 2 സ്പീക്കർ സീരീസ് ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് എടുത്ത് നെഗറ്റീവിൽ കൊടുത്തപ്പോൾ അതിനെ എന്നിട്ട് ഇൻസുലേറ്റ് ചെയ്ത് ഇപ്പുറത്തെ പോസിറ്റീവ് ഇപ്പുറത്തെ നെഗറ്റീവ് എടുത്തിട്ട് ഈ സബ് വൂഫറിൽ കൊടുത്തു കഴിയുമ്പോൾ 8 ohms 60 വാട്ട്സ് ആവും. അങ്ങനെ എടുത്ത ഡിമാഗ്നറ്റൈസ് ചെയ്ത നല്ല വിലയുള്ള സ്പീക്കറാണ്. പണ്ട് ടി വികളിലെല്ലാം ഡിമാഗ്നറ്റൈസ് ചെയ്ത സ്പീക്കറാണ് യൂസ് ചെയ്തിരുന്നത്. ഇന്ന് CRT TV ഇല്ലാത്തതുകൊണ്ട് LED TVക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ചെന്നാലും ഏത് ഇലക്ട്രോണിക് സാധനത്തിനും അതിൻ്റെതായ കുറവുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുണ്ടാകേലാത്ത ഒരു 2 സ്പീക്കറാണ്. അത് ഈ ചേട്ടൻ കൊണ്ടുവന്നാണ് നമ്മളത് ഒന്ന് സെറ്റ് ചെയ്തതെന്ന് മാത്രം. ആംപ്ലിഫയർ വേണോ ഇപ്പോൾ അതോ പിന്നെ ഉള്ളോ? അടിയിലുണ്ട് പവർ സപ്ലൈൻ്റെ ഉള്ളിൽ. ഇത് ഞാൻ കൊണ്ട് സെറ്റ് ചെയ്യട്ടെ. വേറെ സ്പീക്കർ കിട്ടിയെങ്കിൽ അതിന് ഫിറ്റ് ചെയ്യാം. അടുത്ത ആഴ്ച മതി. അടുത്ത ആഴ്ച വരാം. ഇതൊന്ന് ചെക്ക് ചെയ്യാനും കൂടെയാണ് ഞാൻ ഈ വന്നത്. അപ്പൊ ഇത് കൊടുക്കേണ്ട ഇങ്ങനെ കൊടുത്താൽ മതി. അതിനെ ആ 2 പേര് എടുത്താൽ മതി. ചുമല പോസിറ്റീവിലും മറ്റേ അപ്പോൾ ഇനി പോയാൽ ഏജൻസി